പിന്നെ മനുഷ്യനെ മാത്രമല്ല നമ്മൾ സ്നേഹിക്കുന്നത്, നമ്മൾ മൃഗങ്ങളെ സ്നേഹിക്കും. എനിക്കിവിടെ പട്ടി പൂച്ച അവിടെ നിന്നും ഇവിടെ നിന്നും പല വീടുകളിൽ നിന്നും വരുന്നവരെല്ലാം എൻ്റെ വീട്ടിലെ ആൾക്കാരെ പോലെയാണ് അവർ വന്ന് ഇവിടെ ഇരിക്കുന്നത്. ഓരോരുത്തർക്ക് എൻ്റേതായ രീതിയിലുള്ള നമ്മളെ വീട്ടിൽ വിളിക്കുന്ന പേരുകളുണ്ട് എല്ലാവർക്കും. അവരൊക്കെ ഇങ്ങനെ അവരെയൊക്കെ ഒരാളിനെ കണ്ടില്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചിരുന്ന് അവരെ കണ്ടുപിടിച്ച് അവരെ വന്നതിന് ശേഷം അവരൊക്കെ അത് എടുത്ത് കൊടുക്കും. അല്ലാത്തവരൊക്കെ നേരത്തെ വരും. അവർ സംസാരിക്കുന്നത് പോലെ നമ്മളടുത്ത് വന്ന് ഓരോന്ന് പറയും. അപ്പോൾ അത് നമുക്ക് നല്ലതുപോലെ മനസ്സിലാവും അവർ നമ്മളടുത്ത് സംസാരിക്കുന്നത് എന്തേരാണെന്ന്. കാര്യം നല്ല രസമാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, ഒരു മുറിവ് വന്നാൽ, എന്തെങ്കിലും ഒക്കെ പറ്റിയ അവരവരെ വീട്ടിലുള്ളവരൊന്നും ഒന്നും ചെയ്യില്ല. ഇവിടെ വന്ന് ഞാൻ കണ്ടാൽ ഞാൻ അതിന് വേണ്ടുന്നത് ചെയ്യും. മുറിവിന് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കും. അവരെ കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് കണ്ട് പഠിക്കുന്നത് കൊണ്ട് നമ്മളെ മക്കളും അത് തന്നെ ചെയ്യും. മക്കൾ ചെയ്യും. എൻ്റെ മോൻ ചെയ്യും. മോൻ ഇതുപോലെ എന്ത് കേസ് ഇട്ടുണ്ടെങ്കിലും, മൃഗങ്ങളെ കേസായാലും പട്ടിയായാലും പൂച്ചയായാലും നമ്മളിവിടെ വരുന്നവർക്ക് എന്തെങ്കിലും വയ്യായിക അല്ലെങ്കിൽ അവരെന്തെങ്കിലും ആണെങ്കിൽ അത് ശ്രദ്ധിക്കുകയും അതിന് വേണ്ടുന്നത് ചെയ്യുകയും കൊടുക്കുകയും എല്ലാം ചെയ്യും. അതുപോലെ തന്നെ എൻ്റെ കൊച്ചുമക്കൾ ഇത് കണ്ടു പഠിക്കുന്നതാണ്. കണ്ടു പഠിച്ചവർ അവർ നമ്മൾ പിന്നെ അടുത്ത വീട്ടിൽ തന്നെ ഒരു പട്ടി വന്ന് കിടന്ന് പ്രസവിച്ച്, എവിടെന്നാ വന്നതാണ്, പ്രസവിച്ച് 5-6 മക്കളുണ്ട്. അവർ ഇങ്ങനെ റോഡിലോട്ട് ഇറങ്ങി ഒരാളിൻ്റെ കാലിൽ പിന്നെ വണ്ടി കയറി അവശതയായി. പിന്നെ അവിടെ വിളിയായിട്ട് ഞാനും എൻ്റെ ഇളയ കൊച്ചുമോനും കൂടെ ഓടി അതിനെ എടുത്തുകൊണ്ട് വന്ന് വെച്ച് കിടത്തി. അതിന് മരുന്നൊക്കെ ഇട്ട് അവന് കുഞ്ഞാണ്, പാൽ കുടിക്കാൻ അമ്മ വന്ന് നോക്കുമ്പോൾ അമ്മേരെ കൂടെ പാൽ കുടിക്കാൻ എഴീച്ച് പാൽ കുടിക്കത്തില്ലാത്തതുകൊണ്ട് റോഡിൽ പോയി നിബിളും കുപ്പിയും മേടിച്ചുകൊണ്ട് വന്ന് പാല് കാച്ചി തണുപ്പിച്ച് അതിലൊഴിച്ച് കൊടുക്കുകയും ചില ദിവസങ്ങളിൽ കരയുമ്പോൾ രാത്രി വരെ കരയുമ്പോൾ നമ്മൾ ടോർച്ചും അടിച്ച് ഞാനും കൊച്ചുമോനും കൂടെ പോയി. അപ്പോൾ പാലൊക്കെ പറ്റുന്നത് കൊണ്ട് എറുമ്പ് വരും. എറുമ്പ് കടിച്ചിട്ട് വിളിക്കും. അപ്പോൾ ചെന്ന് അതിനെ വൃത്തിയാക്കി അതിനെ വെച്ച് കിടത്തി അപ്പോൾ തള്ള ഇങ്ങനെ നമ്മളെ തന്നെ നോക്കിക്കൊണ്ട്. കാര്യം പട്ടി പ്രസവിച്ച് കിടക്കുന്നിടത്ത് ചെന്നാൽ കടിച്ച് കൊല്ലുന്നതാണ്. അത് അവൾക്കറിയാം നമ്മളവരെ സംരക്ഷിക്കണമെന്ന്. അതുകൊണ്ട് അവൾ നോക്കിക്കൊണ്ട് കിടക്കും. നമ്മളിതെല്ലാം ചെയ്യുന്നതും അതെല്ലാം ചെയ്ത് വെച്ചിട്ട് നമ്മളിഞ്ഞ് വരും. ഇതെല്ലാം കണ്ട് നമ്മളെ കൊച്ചുമക്കളും ഇത് തന്നെ ചെയ്യും. ഈ ഇളയാൾ എവിടെന്നെങ്കിലുമൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ എവിടെയെങ്കിലും പട്ടിയോ പൂച്ചയോ പിന്നെ കിളിയോ എന്തെങ്കിലുമൊക്കെ അവശതയായി കിടക്കുന്നുണ്ട് അതിനെ കവറിലിട്ടിഞ്ഞ് കൊണ്ടുവന്നിട്ട് ഭയങ്കര സന്തോഷത്തോടെയാണ് വരുന്നത്. വന്നിട്ട് പറയും, മമ്മിക്കൊരു സന്തോഷമുള്ളൊരു കാര്യമുണ്ടെന്ന് പറയും. മമ്മി എന്ന് വിളിക്കുന്ന എൻ്റെ മോള് മമ്മി എന്ന് വിളിക്കുന്നതുകൊണ്ട് കൊച്ചുമക്കളും മമ്മി എന്ന് തന്നെ വിളിക്കും. പിന്നെ പറയും, മമ്മിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ കൊണ്ടുവന്നെന്ന് പറഞ്ഞ് ഇതിനെ ഇറക്കി കാണിക്കും. ഇത് അവശതയായി കിടന്ന് ഞാൻ ഇങ്ങ് കൊണ്ടുവന്നെന്ന്. അപ്പം അവനും ഞാനും കൂടെ ചേർന്ന് പിന്നെ അതിന് വേണ്ടുന്നതെല്ലാം ചെയ്യുകയും എടുക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യും. അതുപോലെ തന്നെ ഇത് നമ്മളെ വീട്ടിൽ ചേർന്നാണ് സ്കൂള്. പിന്നെ വീട്ടിൻ്റെ ബാക്കിൽ മതിലിൻ്റെ അടുത്താണ് സ്കൂള്. പിന്നെ ആ സ്കൂളിൻ്റെ താഴെ ആൾക്കാർ കൊണ്ട് കളഞ്ഞിട്ടൊക്കെ ഓടിക്കളയും. പല ഇതിനെയും പൂച്ച പട്ടി ഇതിനെയൊക്കെ കൊണ്ടിട്ടിട്ട് പോകും. അവിടെ കിടന്ന് ഇതൊക്കെ വിളിക്കുമ്പോൾ എൻ്റെ കൊച്ചുമോൻ മതിൽ ചാടി അങ്ങ് താഴെ ഇറങ്ങി അതിനൊക്കെ ആഹാരം കൊണ്ട് കൊടുക്കും. ഞാൻ ഇല്ലെങ്കിലും അവൻ ഇത് കൂടെ പോയി വെള്ളം കൊണ്ട് കൊടുക്കും, ആഹാരം കൊണ്ട് കൊടുക്കും. അതിന് എറുമ്പ് കടിക്കാതെ നോക്കും. പിന്നെ മുറിവുണ്ടെങ്കിൽ മുറിവെണ്ണ, പിന്നെ ഡെറ്റോൾ, അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി അതിന് വേണ്ടുന്നത് ചെയ്യും. അവൻ ഇത് കണ്ടു പഠിച്ചത് കൊണ്ട് അതുപോലെയൊക്കെ പോയി ചെയ്യും. വെളുക്കുമ്പോൾ നേരം വെളുത്ത് ഉറക്കം എഴുതിച്ചാൽ ഉടനെ അവരൊക്കെ ആഹാരം കൊടുക്കണമെന്നുള്ള ചിന്തയിൽ ഓടി പാത്രം എടുത്ത് ആഹാരവും എടുത്ത് ഇതിന് കൊണ്ടൊക്കെ കൊടുക്കുകയും അതിന് നല്ല സ്വഭാവത്തിലാണ് മക്കൾ വളരേണ്ടത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ നന്മകൾ ചെയ്ത് മക്കൾ ശീലിച്ചു കഴിഞ്ഞാൽ അവർ നല്ല മക്കളായിട്ട് വളരും. ഇപ്പോഴും വരെ നമ്മളെ ഇതിൽ വളർന്ന മക്കളെല്ലാം നല്ല മക്കളാണ്.
അവരൊക്കെ ഒന്ന് ഒരു ദുശീലങ്ങളും ഒരു വേണ്ടാത്ത പ്രവർത്തികളിലൊന്നും അവർ പോകില്ല. അവർ നേരം വെളുത്ത് ഇരുട്ടുന്നത് വരെ ഇവിടെ ഒക്കെ തന്നെ കാണും. അവരൊക്കെ സ്കൂളിൽ പോകണ്ടാത്ത സമയം ഫുൾ അവരിവിടെയൊക്കെ തന്നെ കാണും. അവർ ഒരു വേണ്ടാത്ത കേസുകളും അവർ ചെയ്യാറില്ല. നല്ല മക്കളാണ്. അതുപോലെ നിങ്ങളും എല്ലാവരും നല്ല മക്കളായിട്ട് തന്നെ ഇരിക്കണം. പിന്നെ എല്ലാവർക്കും നിങ്ങളെ കാണുമ്പോഴും നിങ്ങളെ അടുത്ത് ഇടപഴകുമ്പോഴും നല്ലൊരു കൊച്ചാണ്, നല്ലൊരു മക്കളാണ് എന്ന് പറയിക്കണം. അതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ മക്കളെ. പിന്നെ ഇന്നിപ്പം നമുക്ക് നമ്മളെ ഇപ്പോഴുള്ള ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നമുക്കിവിടെ മതിയാക്കിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്ത ദിവസം നമുക്ക് മക്കളെ ഒരുപാട് അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുന്ന അമ്മമാരുണ്ട്. വേദനയോടെ മക്കൾക്ക് എന്ത് പറ്റി, മക്കളെന്ത് ചെയ്യും, മക്കളെവിടെയാണ് എന്നറിയാൻ കഴിയാതെ വേദനയോടെ ഒരു നിമിഷം പോലും അവരെ ഹൃദയം ഇടുപ്പ് പിന്നെ സമാധാനത്തോടെ ഹൃദയത്തിൻ്റെ വേദന ഒരു നിമിഷം പോലും ഇല്ലാതെ അവർക്ക് ഇരിക്കാൻ പറ്റാത്ത കണക്കിരിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അമ്മമാരും ഇത് പ്രശ്നങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ദുരന്തങ്ങളും വരുമെന്ന് ചിന്തിക്കാതെ ഇറങ്ങിപ്പോയ മക്കളുമാരും ഉണ്ട്. അവരെങ്ങും എത്താതെ അവരെ വീടുകളിൽ എത്തിച്ചേരാനോ അവരെ നാട്ടിലെത്തിച്ചേരാനോ ഒന്നും കഴിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് മക്കളുണ്ട്. വേദനയോടെ മരിക്കുന്ന സമയത്ത് പോലും പ്രാണവേദനയോടെ മരിക്കേണ്ട രീതിയിൽ ജീവിക്കുന്ന അമ്മമാരും രക്ഷകർത്താക്കളെല്ലാം അവരുടെ കൂടപ്പിറപ്പുകളും അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഒരുപാട് പേര് നമ്മളെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള ദുരന്തങ്ങളും ദുഃഖങ്ങളും ഉള്ള ഒരുപാട് ആൾക്കാർ എനിക്ക് അറിയാവുന്നവർ വരെ ഉണ്ട്. നമ്മളെ കുടുംബത്തിൽ വരെ അങ്ങനെയുള്ളവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരെക്കുറിച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം സംസാരിക്കാം. അതുകൊണ്ട് എല്ലാ മക്കളും നല്ലതായിട്ട് നല്ല മക്കളായിട്ടിരിക്കണം കേട്ടോ. ശരി, നമുക്കിനി നാളെ കാണാം.